അപ്പോൾ സ്ക്രീനിൽ എടുത്തപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 30,941 CR മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഡിവിഡൻഡ് ഈൽഡ് ഇല്ല. അതിൽ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 196 എന്ന് പറയുന്ന ബുക്ക് വാല്യൂലാണ്. സ്റ്റോക്കിന്റെ പി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ROE നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് നോക്കുമ്പോൾ -13.9% കാണുന്നത്. ROICയും കാണുന്നത് മൈനസിൽ തന്നെയാണ്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹1 ഫേസ് വാല്യൂ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റോക്കിന് പി ഇല്ല. ബുക്ക് വാല്യൂ മുകളിലായിട്ടൊക്കെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ROE ഒന്നും ഇല്ല. നമുക്ക് ചാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ 1900 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ ഈ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് ശേഷം നല്ല രീതിയിലൊക്കെ ഒരു അപ്പ് മൂവ്മെന്റ് കണ്ടതാണ് 1800. അതിനുശേഷം ഡൗണിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ സമയത്ത് ബൈ ചെയ്ത ആളുകൾക്ക് ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് കൊടുക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റ് കമ്പനിയുടെ ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ പോലും അവരുടെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് പോവാം. ക്വാർട്ടർലി റിസൾട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ നോക്കി